ഇതൊന്നുമില്ല, ഈ കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വിശ്വാസങ്ങളുണ്ട്. കണ്ടവിടെ 5 പൈസ തെച്ചാൽ കൊടുത്തില്ല, ചിരിക്കുന്ന കണ്ട 70 അമ്മ വിധി വന്നു. കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മതി. തമ്പുരാൻ പറയാ, അവൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്തിനാ? സ്തോത്രം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്ക്, ഉടമസ്ഥൻ പറയാണ്, ഈ തോട്ടത്തിനകത്ത്, ഈ സഭയ്ക്കകത്ത് ഒരു അത്തി നിൽപ്പുണ്ട്, അതിൽ ഫലം കായ്ക്കുന്നില്ല. എത്ര വർഷമായിട്ട്? എത്ര വർഷമായി? ഉണ്ടല്ലോ. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി 3 വർഷമായിട്ട് ഞാൻ നോക്കുന്നു, ഇവിടെ കസേര വന്നിരിക്കുന്നതല്ലാതെ അമ്മ ബന്ധം കൊണ്ടിരിക്കുന്നു. ഒരു കൈയെടുത്ത് സ്റ്റേറ്റ് ബാങ്കിലും മറ്റേ കൈയെടുത്ത് ഫെഡറൽ ബാങ്കിലും പൈസ അവനോട് ഇനി പോകാൻ നേരത്ത് എടുക്കത്തുള്ളൂ. ഫിക്സഡ് ഡിപ്പോസിറ്റ് കൈയടിക്കത്തില്ല, ആരാധിക്കത്തില്ല, വാ തുറക്കത്തില്ല. ഞാൻ 3 കൊല്ലമായിട്ട് നോക്കുക. എന്നിട്ട് ഉടമസ്ഥൻ ആരോട് പറഞ്ഞു? ഉടമസ്ഥൻ ഫലം തിരിഞ്ഞു വരുന്നു കാണുന്നില്ലതാണ്, അതിനെ വെട്ടിക്കിടക്കാം. ആരോട് പറഞ്ഞു? ഇതിനു മുമ്പ് ഇത് വായിച്ചിട്ടില്ല, ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചു. അപ്പോൾ ആരാ പറഞ്ഞത്? വേലക്കാരൻ, തോട്ടക്കാരൻ ഉടമസ്ഥനോട് പറയാണ്, ഞാൻ അതിന് ചുറ്റും കിളച്ചു. വളമിടുവോളം വളമിടുന്നതിന് മുമ്പുള്ള 3 അക്ഷരം പറയാൻ. കിളച്ച്. ചിലതിനൊന്നും വളമിട്ടാൽ ഏൽക്കുകയല്ല, കിളയ്ക്കണം. എന്നാണല്ലോ, ഇതുവരെ ഇളകിയിട്ടില്ല. ഇത്രയും യോഗ 6-ാം ദിവസമായിട്ടും ചിലത് ഇളകിയിട്ടില്ല. അവൻ കിളച്ച് വളമിടണമോ? വളം ഇറങ്ങണമെങ്കിൽ എന്തോ ചെയ്യണം? കൃഷി അറിയാവുന്നവര് പറ, കിളച്ച് വളമിടണം. അവൻ ഉറച്ച മണ്ണി ചാണാപ്പൊടി ഇട്ടിട്ട് എന്നാ കാര്യം? അതുകൊണ്ടാണ് 6 ദിവസമായിട്ട് ഒരു അനക്കമില്ലാത്ത ചാണാപ്പൊടി മുകളിലും വാടക തടിയിൽ നിൽക്കുകയാണ്. കിളച്ച് വളമിടണം. അവൻ ഇന്ന് രാത്രി ചിലതൊക്കെ ഒന്ന് ഇളകണം. അവൻ ചലിക്കട്ടെ. ഇന്ന് രാത്രി തമ്പുരാൻ പറയാ, ചിലതിനൊക്കെ ഒന്ന് പ്രയോജനമുള്ളതാക്കാൻ, ഫലമുള്ളതായിട്ട് പുറത്തു വരണോ? നിന്റെ ഫലം പുറത്തു വരണം. നീ പ്രയോജനപ്പെടണം. നീ പ്രാർത്ഥിക്കുന്നത് ചെയ്യാമോ? നീ പറഞ്ഞാൽ സാധിക്കണം. ഇത് ഉപവാസം അനുഗ്രഹമാകണം. നിനക്ക് നന്മയുണ്ടാകണം. നിന്റെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാൻ കിളച്ച് വളമിടണം. കർത്താവിനോട് സഭയുടെ ദൈവദാസൻ പറയാ, വെട്ടിക്കളയല്ലേ. എഴുതിട്ടോ, നിങ്ങളെ തന്നെ വെട്ടിക്കളഞ്ഞേക്കാൻ പലവട്ടം പ്ലാൻ ഇട്ടതാ ദൈവം. ഇപ്പോഴല്ല. പക്ഷേ കർത്താവിന്റെ ദാസൻ മുട്ടുകുത്തി ആഹാരം കഴിക്കാതെ ഉപവാസത്തോടെ കുടുംബമായിട്ട് മുട്ടുകുത്തി പറഞ്ഞ ദൈവമേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടാം. 2025 കായ്ച്ചില്ലെങ്കിൽ 26 ഫലം കായ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായി മാറാം. സന്തോഷത്തോടെ താമസിച്ചാട്ടെ. സഭയിൽ നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. എത്രപേർക്ക് സന്തോഷമുണ്ട്? കർത്താവിന് നന്ദിയോടൊന്ന് സ്തോത്രമുണ്ട്. എത്രപേർക്ക് സന്തോഷമുണ്ട്? ഒരു വൃക്ഷമാണെങ്കിൽ എന്ത് വേണം? ആരുടെയെങ്കിലും മൈക്കുള്ളവരെന്ന് പറഞ്ഞു, അതൊന്നും മൈക്കുള്ളൊന്നുമില്ല. ഒരു വൃക്ഷമാണെങ്കിൽ എന്ത് വേണം മക്കളെ? പറഞ്ഞോ, ഫലം വേണം. വെട്ടിയാല് ഫലം എന്നുള്ളത് വെട്ടിയാല് അത് 6ാമത് കൂടെ പറഞ്ഞാൽ മതി. ഒരു വൃക്ഷമാണെങ്കിൽ വേരും. അത് കഴിഞ്ഞത് ഫലം. നമ്മുടെ സഭയ്ക്കകത്തൊക്കെ വേറില്ലാത്ത ഒരുപാട് വൃക്ഷമുണ്ട്. അതിനാൽ ആന്റീന വിശ്വാസി എന്നാ പറയുന്നത്. ആന്റീന കണ്ടിട്ടുണ്ടോ? പെരയുടെ മുകളിൽ നിൽക്കുന്ന ആന്റീന കണ്ടിട്ടുണ്ട്. അതിന് വേരുണ്ടോ? ഇല്ല. എന്നാത്താലാ നിൽക്കുന്നത്? കമ്പി സ്റ്റേ, പാസ്റ്റർ കമ്പി, പാസ്റ്റർ ആൻഡ് കമ്പി.
സെക്രട്ടറി കമ്പി, പ്രസിഡന്റ് കമ്പി, 4 കമ്പിയിലാണ് ഇരിക്കുന്നത്. ഈ കമ്പി പോയാൽ ഈ ആന്റീന വിശ്വാസം എന്തില്ല, അവരുടെ സാക്ഷി നിങ്ങൾ കേട്ടോ ഞായറാഴ്ച കേട്ടിട്ടില്ല. ഞാൻ ഈ സഭയിൽ വന്നിട്ട് 15 കൊല്ലമായി. എന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പുള്ളിക്ക് 15 കൊല്ലമായിട്ട് എന്തില്ല, നിലനിൽപ്പില്ല. അതാ വേരില്ലാത്ത വിശ്വാസം. വേറെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് സഹോദരിമാരും. കഴിഞ്ഞ ആഴ്ചക്കാലം കഥാവിധികളാണ്. കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു പറഞ്ഞ് കാണാപ്പാടമായപ്പോ എന്നാണ് അവർക്കും അറിയില്ല. ഈ സാക്ഷ്യം പറഞ്ഞ കർത്താവ് കഴിഞ്ഞ ആഴ്ചക്കാലം എനിക്ക് നല്ലവനായിരുന്നു. എന്റെ കുഞ്ഞിനെ പിശാച് കഴിഞ്ഞ ആഴ്ച ഒരുപാട് ഉപദ്രവിച്ചു. അവന്റെ നാമം വാഴ്ത്തപ്പെടുവാനാണ്. എന്തില്ല, നമ്മൾ പറയുന്ന നമ്മുടെ വാക്കുകൾക്ക്, ചെയ്യുന്ന കാര്യങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിന് ഒരു വൃക്ഷത്തിന് വേരുള്ളത് പോലെ വേരെന്തിനെ കാണിക്കുന്നു? വൃക്ഷം ജീവിതത്തെ കാണിക്കുന്നു, വേര് പ്രാർത്ഥനയെ കാണിക്കുന്നു. ഒരു വൃക്ഷമാണോ അതിന് വേരുണ്ടായിരിക്കണമോ? ഈ സഭയിലെ വേരുള്ളാവോ? വേര് കാറ്റ് വന്നാലും പിസർ വന്നാലും ഏത് മഴ വന്നാലും കൊടുങ്കാറ്റ് വന്നാലും വീണു പോവാമോ? നല്ലപോലെ നല്ലപോലെ വേരുള്ള 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 പ്രസംഗം മറക്കല്ലേ, ഒരു പ്രസംഗം മറക്കരുത്, ഇന്നത്തെ മറക്കരുത്. വേരിന് അഴകില്ല, പക്ഷെ അഴകില്ലാത്ത വേരാണെങ്കിലും വൃക്ഷത്തിന് നല്ല അഴകാണ്. മക്കളെ, നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറെ വേരുകളുണ്ട്. അതിന്റെ അപ്പനാണ്, അതിന്റെ അമ്മയാണ്, അതിന്റെ പാസ്റ്ററാണ്, പാസ്റ്ററാണ്, സഭയാണ്. ആ വേരുള്ളത് കൊണ്ടാണ് നീ ആരോഗ്യത്തോടെ അഴകോടെ ഇരിക്കാൻ കാരണം. ഒരു മത്തി, ഒരു മാവ്, ഒരു പ്ലാവ് അല്ലെങ്കിൽ ഒരു തെങ്ങ് ഏതുമായിക്കോട്ടെ, അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊലച്ച് അല്ലെങ്കിൽ കായ്ച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, അതിന്റെ വേര് വെള്ളമുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടോ? വേരിന് എന്തുകൊണ്ടാണ് വളവ് കൂടിയത്? വേരിന് എന്തുകൊണ്ടാണ് അഴക് കുറഞ്ഞത്? വേരിനിടയിലൂടെ, കല്ലിനിടയിലൂടെ വെള്ളം എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് അവൻ വേരിനെ മറക്കല്ല്. ദൈവത്തിന്റെ വൃക്ഷങ്ങള് നിന്നെ വളർത്തിയ വേരിനെ, നിന്റെ പിതാവിനെ, നിന്റെ മാതാവിനെ, നിനക്ക് വേണ്ടി കരഞ്ഞവനെ മറക്കല്ലേ, മറക്കല്ലേ, മറക്കല്ലേ. ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, അമ്മയോടാണോ ഒത്തിരി ഇഷ്ടം, പപ്പായോടാണോ? കുഴയ്ക്കുന്ന ചോദ്യം ചോദിക്കരുത്. അമ്മയാ നിന്നെ വെളിച്ചം കാണിച്ചേ, അമ്മയാ നിന്നെ വെളിച്ചം കാണിച്ചേ, പക്ഷെ അപ്പനാ നിന്നെ ലോകം കാണിച്ചേ. അമ്മൻ ഇനി പറ, അപ്പനോടാണോ അമ്മയോടാണോ? സ്വത്രം പറ. അമ്മ എപ്പോഴും നിന്നോട് ചോദിച്ചു, കഴിച്ചോടി കുടിച്ചോടി എന്നൊക്കെ അമ്മ ചോദിച്ചു. പക്ഷെ നീ വളർന്നോ എന്ന് നോക്കിയതാ. നീ വലിയ കുട്ടിയായപ്പോൾ എത്തിയത് അമ്മയല്ല, മോളെ കെട്ടിച്ചു വിട്ട അപ്പനായി. നീ ഒരു വലിയ കുട്ടിയായി നല്ലപ്പോൾ ചങ്കുന്നത് അപ്പനാ. ഇനി പറ, അപ്പനോടാണോ ഇഷ്ടം?
നീ ട്യൂഷന് പോയപ്പോ മഴ പെയ്തു. അപ്പൻ അമ്മയോട് ചോദിച്ചു, അവള് കുട കൊണ്ടുപോയോടി? അമ്മ പറഞ്ഞില്ല. അന്നേരം തന്നെ സന്ധ്യയായതുകൊണ്ട് കുടയും കൊണ്ടിറങ്ങി എന്റെ ട്യൂഷൻ സെന്ററിന്റെ വാതിൽക്ക വന്നു കുടയും കൊണ്ട് നിന്നത് അപ്പനാ. കൃപയുള്ള എത്ര പേരിനകത്ത് അമ്മ കരഞ്ഞ സിസ്റ്റർ കരയില്ലായിരുന്നു. കാരണം അമ്മ എപ്പോഴും കരയും. പക്ഷെ അപ്പന്റെ കണ്ണ് നനഞ്ഞ, അപ്പന്റെ കണ്ണ് നനഞ്ഞാൽ നമ്മുടെ കണ്ണാണ്. അതാണ് അപ്പൻ. സ്വന്തം കൃപയുള്ള ദൈവത്തോട് സ്തുതിച്ചു. നീ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ, കോളേജിൽ പോയിട്ട് വന്നപ്പോൾ ഭക്ഷണം കഴിച്ചോടി എന്ന് ചോദിച്ചത് അമ്മയാ. ശരിയാണോ? പക്ഷേ പഠിത്തം എങ്ങനെ ഉണ്ടെന്നും പരീക്ഷ എപ്പോഴാണോ അന്വേഷിക്കുന്നത് അപ്പനാണ്. അപ്പനറിയുന്നത് നീ കഴിച്ചോന്നല്ല, നിനക്ക് ഭാവി ഉണ്ടാകുമോ അറിയണം. അമ്മ അന്വേഷിച്ചത് നിന്റെ നല്ല ഡ്രസ്സ് കിട്ടുന്ന ജൗളിക്കട എവിടെയാണ്. ശരിയാണോ? അപ്പൻ അന്വേഷിച്ചത് നിന്നെ പഠിപ്പിക്കാൻ കൊള്ളുന്ന കോളേജ് എവിടെ. അതാണ് അപ്പനും അമ്മയോട്. ശരിയാണോ? രണ്ടുപേരും ഇരിപ്പുണ്ടല്ലോ ഇതിട്ടുണ്ട്. പക്ഷെ പറയാനുള്ളത് രണ്ടും പേരാ. നീ ഒരു വൃക്ഷമാകുന്നത് ഈ വേരേല. ഓ, കൃപയുള്ള ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തിന്റെ വൃക്ഷം. ഒരു കുഞ്ഞിന്റെ സൗന്ദര്യം കുഞ്ഞിന്റെ ചിരിയാണ്. പല്ലിൻ്റെ അകത്തൊരു ചിരി ഉണ്ടല്ലോ. എന്നിട്ട് ഈ കാലിങ്ങനെ പൊക്കി പിടിച്ച്, കൈ പൊക്കി പിടിച്ചിട്ട് ഒരു കരച്ചിലുണ്ടല്ലോ, ഇങ്ങായി ഇങ്ങായി ഇങ്ങായി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് ഇങ്ങായി ഇങ്ങായി കാര്യം. അതിങ്ങനെയാണ്. ഞാൻ അങ്ങായിരുന്നു, ഇപ്പൊ ഇങ്ങായി. ആമേൻ. കുഞ്ഞിന്റെ ചിരിയാ സൗന്ദര്യം. പക്ഷെ ചൂടെ വളരുമ്പോൾ അവരുടെ കുസൃതിയാണ് സൗന്ദര്യം. കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരോടെല്ലാം ഞാൻ പറയാം, കുഞ്ഞുങ്ങളുടെ കുസൃതി കളയരുത്. തൊട്ടടുത്തിരിക്കുന്ന മോളെ എളിയെടുത്ത് നോക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പക്ഷെ അവിടെ 2 വയസ്സുള്ളപ്പോൾ നമ്മളവളെ കളിപ്പിക്കും. ആ കുസൃതി ഇനി ആയുസ് കിട്ടത്തില്ല. പക്ഷെ അന്ന് ഭയങ്കര ദേഷ്യമാണ്. നീ കൊച്ചിലാണ് കുസൃതി. നിങ്ങൾ സ്വപ്നം കാണത്തെ കുഞ്ഞാ കുസൃതി. കിട്ടുമ്പോ ആസ്വദിച്ചോണം. കുഞ്ഞുങ്ങളുടെ കുസൃതി ഉണ്ടല്ലോ, കിട്ടുമ്പം ആസ്വദിച്ചോണം. പിന്നെ കിട്ടത്തില്ല. അമ്മേൻ. കുഞ്ഞിനവര് മടി കയറിയിരിക്കും, വലുതായ തലേ കയറിയിരിക്കും. അത് ഓർത്തോണം, മറക്കരുത്. എത്ര പേർക്ക് പറയുന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ട്? പോകാൻ നമുക്ക് അടുത്തേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിച്ചോ. വേറെ ആരും കാണത്തില്ല, ഇൻവിസിബിൾ. വേരെപ്പോഴും മറഞ്ഞിരിക്കും, പക്ഷെ വൃക്ഷം എല്ലാവരും കാണും. ഈ വേരിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ വെള്ളം കൊടുത്ത് വളർത്തുന്ന വൃക്ഷം ലോകം മുഴുവൻ കാണണം. അത് ഏറ്റവും ബെസ്റ്റായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർക്കായി, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സഭയ്ക്കായി, അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കായി കർത്താവിനെ സ്തുതിക്കട്ടെ. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. സദസ്വാക്യം 14:3 ഒന്ന് വായിച്ചേ മക്കളെ, വായിച്ചേ. സദസ് പ്രോവർബ്സ് ചാപ്റ്റർ 16:3 16:3. ആലോചന പറഞ്ഞു തരിക. അല്ല, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. എന്നാൽ നിന്റെ ഉദ്ദേശം 16:3 സദസ്വാക്യം 16:3. ആമേൻ. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കേ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ശ്രദ്ധിച്ചു. All youths and students ശ്രദ്ധിച്ചോ. നിന്റെ പ്രവൃത്തികൾ, അത് ഇംഗ്ലീഷിലാണ് submit your deeds to God. God will fulfill your thoughts. എല്ലാവരും കാണുന്ന നിന്റെ പ്രവൃത്തികളെ എനിക്ക് തരാമെങ്കിൽ നീ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാൻ സാധിപ്പിച്ചു തരാമോ? കൃപയുള്ളവൻ, കൃപയുള്ളവൻ, കൃപയുള്ളവൻ. വ്യക്തമാക്കാം. You give your visible life to me. നീ എല്ലാവരും കാണുന്നതിന്റെ ജീവിതം എനിക്കതാ. നീ
നിന്റെ ഡ്രസ്, ദൈവം പറയുന്നത് നിന്റെ ഡ്രസ് എനിക്കുതാ, നിന്റെ തലമുടിയുടെ ഫാഷൻ എനിക്കുതാ, നിന്റെ സംസാരം എനിക്കുതാ, നിന്റെ പ്രാർത്ഥന എനിക്കുതാ, നിന്റെ ആരാധന എനിക്കുതാ, നിന്റെ സൗന്ദര്യം എനിക്കുതാ, നിന്റെ ആരോഗ്യം എനിക്കുതാ. എല്ലാവരും കാണുന്നതെല്ലാം നീ ദൈവത്തിന് കൊടുത്താൽ നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, നിന്റെ മനസ്സിലെ ആഗ്രഹം, ആർക്കും കാണാൻ പറ്റാത്തതിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം, മനസ്സിലാക്കേണ്ട പോകുന്നു. അവൻ What's your thoughts? What's your plan? What's your proposal? ഇവിടെ ഇരിക്കുന്ന അവൻ അത്യാവശ്യം 5 6 7 അതിന് മുകളിലത്തെ ക്ലാസ്സിലെ പഠിക്കുന്നതോട് ചോദിക്കുന്നു, നിനക്ക് ആരാകണം? ഡോക്ടർ. നിനക്ക് ആരാകണം? ഡോക്ടർ, എഞ്ചിനീയർ, ഇൻഫർമേഷൻ ടെക്നോളജി, IT സ്കോളർ. അല്ല, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ പറയുന്നു, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വേൾഡിലെ ന്യൂ ജനറേഷന്റെ ടോപ്പ് ആകണം. അയ്യോ, അതിന്റെ മനസ്സിലായിരിക്കും. നിനക്ക് നാളെ ആരാകണമെന്ന് നിന്റെ മനസ്സിലായിരിക്കില്ല, ശരിയല്ലേ? നീ നാളെ ആരാണെന്ന് നിന്റെ മനസ്സിലുണ്ട്, ഇല്ലേ? ഇല്ലേ? മനസ്സിലില്ലേ? പക്ഷെ അത് ആർക്കും കാണാൻ പറ്റുമോ? ഇല്ല. കർത്താവ് പറയാ, നിന്റെ കാണാമെന്ന് നിന്റെ ലൈഫ്, ഈ ജീവിതം ദൈവത്തിന് കൊടുക്കാമെങ്കിൽ ആർക്കും കാണാൻ പറ്റാത്ത നിന്റെ മനസ്സിലെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരാം. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. അതാണ് വേരും മരവും. മറക്കരുത്, വേരും മരവും. പിതാക്കന്മാരെ, സ്നേഹമുള്ള അമ്മമാരെ, നിങ്ങൾ അടക്കളയ്ക്കകത്ത് പാടുപെടുന്നു, നിങ്ങൾ പ്രാർത്ഥന മുറിക്കകത്ത് ഒരുപാട് അന്യഭാഷ കൊണ്ട് കരയുന്നു, നിങ്ങൾ ഒരു തലമുറയ്ക്ക് വെള്ളം കൊടുക്കുക. ചിത്രൻ ദോഷമാകത്തില്ല. നിന്റെ തലമുറക്ക് അനുഗ്രഹമായി മാറും, നിന്റെ കുടുംബം നിനക്ക് അനുഗ്രഹമായി മാറും. നീ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്നതിന് നഷ്ടം വരുത്തില്ല. അപ്പോൾ മരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു. ഒരു മരമാണെങ്കിൽ എന്ത് വേണം? വേര് വേണം. ഇനി നമുക്ക് പടലേക്ക് വരാം. അങ്ങനെ വേരും മരവും. ഇനി എന്ത് വേണം? പ്രധാനപ്പെട്ട അല്ല, കാണുന്നില്ല. അതൊക്കെ 6ാമത്തെ കാര്യം നമുക്ക് വരാവിടേക്ക്. 2ാമത് ശിഖരങ്ങൾ. ഒരു മരമാണെങ്കിൽ എന്ത് വേണം? ശിഖരങ്ങൾ, ബ്രാഞ്ചസ്. എഴുതിട്ടോ, ബ്രാഞ്ചസ് ഈസ് ഈക്വൽ ടു റിലേഷൻസ്, ബന്ധങ്ങൾ. ഞാനൊരു മരമാണ്, എനിക്കൊരു ശിഖരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അഭിഷേകമായിട്ട് എനിക്ക് ബന്ധം. കുറെ മരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, ശിഖരങ്ങളൊന്നുമില്ല. അവർക്ക് ആരുമായിട്ട് യാതൊരു ബന്ധവും. നമ്മളൊരു മരമാണോ? നമുക്കൊരു ബന്ധമുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, ഈ പ്രശ്നം ഈ 3 ദിവസത്തെ മീറ്റിംഗ് മറക്കരുത്. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുമുള്ള വീട്ടുകാർ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന കേൾക്കണം. അത് നിങ്ങളുടെ ബ്രാഞ്ചസ് ആണ്, ശിഖരമാണ് നിങ്ങളുടെ പ്രാർത്ഥന. അത് കേൾക്കണം. നിങ്ങൾ വൈകുന്നേരം ഇരിക്കാം, വൈകുന്നേരം എടുത്ത് നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം പ്രാർത്ഥന നടക്കും. അവിടെ നമ്മൾ പാടുക. ചുറ്റുമുള്ള വീട്ടുകാരുടെ TV ഓഫ് ചെയ്യണം. നമ്മൾ പാട്ട് കേൾക്കണം. ഈ ഒന്നാമത് തന്നെ പാട്ട് പാടണം. അവര് ടിവിയുടെ ഒച്ച കൂട്ടി വെക്കുന്നു. ഈ ഭ്രാന്ത് പിടിച്ച പാട്ട് കേൾക്കുന്ന പക്ഷെ നമ്മൾ പാടുമ്പോൾ അയൽക്കാരൻ TV ഓഫ് ചെയ്തിട്ട് കേൾക്കുന്നവരാണ്. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പകർന്ന തൈലം പോതിന്നാം പാലിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോതിന്നാം പാലിൽ സൗരഭ്യം വീശുന്നതാ. പാടി ഘോഷിക്കുന്ന
എന്നെ സുഖത്തേ വാഴ്ത്തുവേ തിരുവല്ലയില് ഞാനും എന്റെ സഹോദരിമാരും എന്റെ അപ്പനും അമ്മയും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു 25 വർഷം എല്ലാവരും വിവാഹിതരായിട്ടുള്ള വീട്ടിലേക്ക് പോയി. അന്ന് എന്റെ 2 സഹോദരിമാരും എന്റെ അനുജൻ കെ തോമസ്, അന്ന് ഞാനും വിവാഹം വെച്ചിട്ടില്ല. എന്റെ അമ്മ, എന്റെ അപ്പൻ, ഞങ്ങൾ ഇത്രയും പേര് കൂടി വൈകിട്ട് പാട്ട് പാടാനിരുന്നാൽ ഞങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും TV ഓഫ് ചെയ്തിരിക്കും. ഞങ്ങൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടും. ആമേൻ, ഹല്ലേലൂയ. നല്ല ഭംഗിയായിട്ട് പാടും. അങ്ങനെ ഞങ്ങളെല്ലാം ആരാധനയ്ക്ക് പാടിയാലും നല്ല ട്യൂണിൽ ഞങ്ങൾ പാടും. പീഡിതനായപ്പോൾ ജീവിതം എന്തിനെന്ന് നിലച്ച നേരം ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നോട് ഉറച്ചവനേ. എങ്ങനെ മറന്നിടും, എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും. 1000 നാവുകളാൽ വർണ്ണിപ്പാൻ സാധ്യമല്ല. 1000 നാവുകളാൽ വർണ്ണിപ്പാൻ സാധ്യമല്ല. പോയ നാളിൽ ചെയ്ത നന്മയോതാ ദിവസം രാവിലെ അല്ലെങ്കിൽ 2 വീട്ടുകാരെങ്കിലും എന്റെ വീട്ടിൽ വരും. എന്റെ സഹോദരിമാരോട് ആ പാട്ടൊന്ന് എഴുതി തരാമോ? ഏത് ഇന്നലെ രാത്രി നിങ്ങൾ ആരാധിക്ക് പാടില്ലേ? എങ്ങനെ മറന്നത്? We should have the practice. നമുക്ക് ചില ശിഖരങ്ങൾ ഇത് ഏറ്റെടുക്കുക. ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുക. നാളെ മുതൽ അല്ല, നാളെ നമുക്ക് അന്വേഷണമുണ്ട്. തിങ്കളാഴ്ച നിങ്ങളുടെ വീടുകളിൽ വൈകിട്ട് നിങ്ങൾക്ക് കുടുംബ ആരാധന ഉണ്ടായിരിക്കണം. ആമേൻ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച കാര്യം പറയാം. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ 1-2 വീട്ടുകാരെ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളും കൂടെ വന്നിരുന്നോ? ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം. അവർ ചോദിച്ചു ഞങ്ങളോട്, ഞങ്ങളും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സഭയൊന്നുമില്ല. ഞാൻ 40 കൊല്ലം കൂടി ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് ചർച്ച. അമ്മേൻ, എന്റെ ചർച്ചയിൽ നിങ്ങൾ ആരും വരാൻ പാടില്ല. അതെല്ലാം ചെയ്യും. എന്റെ ചർച്ചയിൽ നിങ്ങൾ ആരും വരാൻ പാടില്ല. അതെല്ലാം ചെയ്യും. വന്നാൽ നിങ്ങൾ തിരിച്ചു വരത്തില്ല. അതാ അവസ്ഥ. അപ്പൊ പാസ്റ്ററുടെ കാര്യം എങ്ങനെയാണ്? അതുകൊണ്ടാണ് വരുന്നത്. കാരണം എന്റെ ചർച്ചയ്ക്കകത്ത് കയറിയാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരത്തില്ല. നിങ്ങൾ വണ്ടി പിടിച്ചാൽ പിന്നെ അവിടെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് സന്തോഷത്തോടെ സന്തോഷത്തോടെ സൂചിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. നമ്മുടെ വാക്കുകൾ ശിഖരങ്ങളായിരിക്കും. ആമേൻ. നമ്മുടെ വാക്കുകൾ ശിഖരങ്ങളായിരിക്കും. ആമേൻ. ഒരാളെ കണ്ടുമുട്ടിയാൽ നന്നായിട്ട് ചിരിക്കാൻ നമ്മൾ പഠിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എന്തെങ്കിലും പ്രാർത്ഥന പറയണേ കേട്ടോ. ആ വാക്ക് ഒരു ശിഖരമാണ്. ഞാനും അദ്ദേഹത്തോടുള്ള ബന്ധത്തിന്റെ ശിഖരങ്ങളാണ്. ഒരു വൃക്ഷമാണോ ശിഖരമോ ആയിരിക്കും. ചില ആൾക്കാരുണ്ട് നമ്മൾ വിളിക്കാം, എവിടെ പോവാം, എവിടെ പോവാം, ഇവരോട് മിണ്ടിയല്ലോ അല്ലേണ്ട. എങ്ങോട്ട് പോവാന്ന് ചോദിച്ചാൽ എങ്ങോട്ട് പോയാൽ നിനക്കെന്താ? ചില പാസ്റ്റേഴ്സ് ഉണ്ട്, ഓട്ടോറിക്ഷക്കാരൊന്നും ഇല്ല,
പലചരക്ക് കടക്കാൻ പോകില്ല, പച്ചക്കറി മേടിക്കാൻ പോകില്ല. കാരണം ഇല്ല പാസ്റ്റർ. പാസ്റ്റർ എന്ന വാക്കിന് അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അറിയുമല്ലോ, ഞാൻ ഇപ്പോഴും ബസ്സിൽ യാത്ര ചെയ്ത് പ്രസംഗിക്കാൻ പോകുന്നു. എനിക്ക് കാറ് കൊണ്ട് ശരിയാ, പക്ഷെ ഇപ്പോഴും ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത് പ്രസംഗിക്കാൻ പോകുന്നതാണ്. ഞാൻ ഇവിടെ വരുന്ന തലേദിവസം ചാലക്കുടിയായിരുന്നു, ട്രെയിനാണ് പോയിട്ട് വന്നു. കൺവെൻഷനിൽ പ്രസംഗിച്ചാൽ പിന്നെ ബസ്സൊക്കെ പാസ്റ്റർ എന്ന വാക്കിന് അർത്ഥം ഞാൻ പറഞ്ഞുതരാം. One who lead the sheep to the pasture place, he is known as pastor. ഫലഭൂയിഷ്ടമായ പുല്ലുള്ള സ്ഥലങ്ങളിലേക്ക് ആടിനെ കൊണ്ടുപോകുന്നവൻ ആരോ അവനാണ് പാസ്റ്റർ. അല്ലാതെ സഭയുള്ള ആൾ മാത്രമല്ല പാസ്റ്റർ. അതൊക്കെ തെറ്റായ ധാരണയാണ്. അവൻ ആത്മാക്കളെ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന പേരെന്താ? പറ. പാസ്റ്റർ. പാസ്റ്റർ ആണെങ്കിൽ നാളെ ഒരു ഫാമിലിയായിട്ട് വന്നു നോക്കി. പാസ്റ്റർ ആകാൻ നാളെ ഒരു ഫാമിലിയെ കൊണ്ട് വന്നാൽ മതി. ഒരു കുടുംബത്തോട് ചോദിക്കണം, ഞങ്ങളുടെ സഭയെ വരാമോ? ഞങ്ങൾക്കൊരു പാസ്റ്റർ ഉണ്ട്, തങ്കം പോലാന്ന് പറയണം. ഇവിടെ വന്ന് ചോദിക്കും, തങ്കമാണെന്ന്. എന്താ ഭാഗ്യമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ധൈര്യമായിട്ട് പറയല്ലോ, ഞങ്ങളുടെ പാസ്റ്റർ തങ്കം പോലാന്ന് പറയുള്ളൂ. പറയല്ലോ, കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുവരുന്ന ആളുടെ പേരാണോ പാസ്റ്റർ? അല്ലെങ്കിൽ പാസ്റ്ററാണോ? ഒരു ഫാമിലിയെ കൊണ്ടുപോവാ. നമ്മൾ ഈ സാക്ഷ്യമില്ലാതെ മിഴുങ്ങിയിരിക്കരുത്. എല്ലാവരോടും പറയണം, സ്തോത്രം, യേശുവിനെ രക്ഷിച്ചു, അവൻ യേശുവിനെ വിടുവിച്ചു, അവൻ ഞങ്ങളുടെ സഭയെ വന്ന് നോക്ക് വിടുതലാണ് പറയണം. പറ. അതിനാ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഈ സഭ മുതൽ ഇതുവരെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഫലം തരാത്ത വൃക്ഷമേ. അത് പറഞ്ഞു സന്തോഷത്തോടെ അവൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മരമാണോ എന്ത് വേണം? പേര് വേണം. രണ്ട്, മരമാണോ എന്ത് വേണം? ശിഖരം വേണം. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിൽ കിടക്കാം. മരമാണോ, ഇനി എന്ത് വേണം? ഇലകൾ വേണം. ഇലകൾ വേണം. എന്തിനാണെന്നറിയോ? എഴുതിയിട്ടോ, തണൽ. എന്താ തണൽ? നമ്മുടെ ദേശത്ത് എല്ലാവർക്കും എന്തായിരിക്കണം? പറ. നമ്മുടെ വാക്കുകളിൽ തണലായി. ഒത്തിരി സുവിശേഷങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ പഠിപ്പിക്കുന്നത്, എന്റെ ചർച്ചിലെ യൂത്ത്സിനെ ഞാൻ പഠിപ്പിക്കുന്നത്, യു ഷുഡ് ബി എ ഷെയ്ഡ് ഫോർ അതേഴ്സ്, എ കംഫർട്ട് ഫോർ അതേഴ്സ്. ഒരു വാക്കുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെട്ട് കയറി വന്നവൻ കരയിൽ നിന്ന് പറയാൻ ബോധമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ലേ? ഇല്ലേ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഈ സഭയിൽ പുറപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്നവരെ പിടിച്ചവരെ കൈ നോക്കുകയാണ് ചെയ്യും. വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെട്ട് വന്നവരെ പുറപ്പെട്ട് മൂടിയവരെ ആരൊക്കെയായിരുന്നു? സിസ്റ്റർ ഉണ്ടായിരുന്നോ? ഇല്ല, പിന്നെ കൈ കൊടുക്കുന്നില്ല. ആരാ? സിസ്റ്റർ ഉണ്ടായിരുന്നു. ഒന്ന് സിസ്റ്റർ, പിന്നെ ആരായിരുന്നു? പിന്നെ ആരാ? പിന്നെ ആരും അത് സൗകര്യങ്ങളാണ്. വേറെ ആരും കൈ കൊടുക്കുന്നില്ലല്ലോ. എന്റെ ചോദ്യം, ആ പകുതി ആ പുതപ്പ് എവിടെ? ആ പുതപ്പ് അന്ന് കളഞ്ഞു. ഞാൻ പറയുന്നത് കേട്ടോ, ഇത് കേട്ടോ, ആ പുതപ്പ് കളയരുത്. എപ്പോൾ നമുക്കൊരു ആശ്വാസം വേണമോ അപ്പോഴെല്ലാം ആ പുതപ്പ് സഭയ്ക്കകത്തുണ്ടായിരിക്കണം. അത് കവർ ചെയ്യുന്ന പുതപ്പ. വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നനഞ്ഞിരുന്ന ഡ്രസ്സോടുകൂടി അവരെ ലോകം കാണാൻ പാടില്ലാത്തത് കൊണ്ട് അവരെ ലജ്ജ മറയ്ക്കാൻ വേണ്ടി നമ്മൾ കവർ ചെയ്താണ് എന്ത്? പുതപ്പ്. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നത് വരെ അവരെ ലജ്ജിക്കാതെ കൊണ്ടുപോകാൻ ആ പുതപ്പ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആശ്വാസത്തിന്റെ പുതപ്പ, അത് സ്നേഹത്തിന്റെ പുതപ്പ. സഭയിൽ ആ പുതപ്പ് എപ്പോഴും വേണം. സഭയിൽ ഒരാൾക്കൊരു വിഷമമുണ്ടായി, മനസ്സിന്റെ ഭാരമായി, അന്നേരം എന്തെടുത്തോളം പറഞ്ഞു? പുതപ്പെട്ടു, കവർ ചെയ്തു. സാരമില്ല, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ ഒരു മനസ്സ്. സ്വന്തം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഭ ഒരു ശരീരമാണ്. സഭ ഒരു ശരീരമാണ്. ആ സഭയുടെ ഒരു ഭാഗമാണ് പാസ്റ്റർ. ക്രിസ്തു തല. ഒന്ന് പോയി 12-ാമത്തെ അതിന്റെ പ്രസംഗിക്കുന്നില്ല, വേറെ വിഷയങ്ങളുണ്ടാണ്. അവൻ ക്രിസ്തു തല, ശരീരം മുഴുവനാണ് സഭ. അവൻ പാസ്റ്റർ അതിന്റെ ഹൃദയമാണെന്ന് വെക്ക്. അതിന്റെ ഹൃദയം ആണെന്ന് വെക്ക്. പാസ്റ്റർ അതിന്റെ ഹൃദയമാണ്. ആ ശരീരത്തിൽ ഒരുപാട് ഇന്റേണൽ ഓർഗൻ, ഔട്ടേണൽ ഓർഗൻസ് ഉണ്ട്.
കൈയും കാലും ഒക്കെ ഔട്ടാണ്. ഹൃദയം ഇന്റേണലാണ്. ഇപ്പൊ പാസ്റ്റർ ആ ശരീരത്തിന്റെ ഹൃദയമാണ്. ശരീരത്തിന്റെ ഹൃദയം. മക്കളെ ഏതാണ്ട് ആ ശരീരത്തിന്റെ ഏത് പാത്രം ചുമ്മാ തലച്ചോറാണ് വെച്ചു. നീ അതിന് തലച്ചോറാണ് വെച്ചു. സഭയുടെ ഒരു ആവശ്യത്തിൽ ഹൃദയവും കയ്യും കാലും എല്ലാം കൂടെ പോയി. തലച്ചോറ് പോയി നിങ്ങത്തെ ആ ശരീരവും നിനക്കന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തലച്ചോറില്ലാതെ ആ ശരീരം പോകുന്ന രംഗം ആലോചിച്ചു വെക്കും. നീ പറയാൻ ഞാനില്ലെങ്കിലും നടക്കുന്നു പറയും. നടക്കോ? ഇല്ല. അതാ സഭ. അതാ സഭ. നീ അതിന്റെ ഒരു കാല, സിസ്റ്റർ അതിന്റെ ഒരു കാല, രണ്ട് കാലായി. പാർട്ടി ഒരു സ്ഥലത്ത് ഒരു പൂജായിട്ടോട്ട് പോവാം. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് വരുന്നിരുന്നു. രണ്ട് കാലം ഇല്ലാതെ പാസ്റ്റർ പോകുന്ന രംഗം വെച്ചു. സഭ ശരീരമാ. അങ്ങനെ പഠിപ്പിക്കുന്നു. ഞാൻ പാസ്റ്റർ ഇതിന്റെ ക്ലാസ് എടുക്കും. എനിക്ക് സന്തോഷത്തോടെ ഇതാണ് സൂചിച്ചിരുന്ന ക്ലാസ്. അതാ സുഖം. നിങ്ങളെല്ലാം ഓരോ ഭാഗമാണ്. എല്ലാ കുഞ്ഞുങ്ങളെല്ലാം ഓരോ കരടുകളാണ്. ചിലര് കണ്ണ, ബ്രദറിന്റെ കണ്ണ. ബ്രദർ ഈ സഭയുടെ കണ്ണാണ്. ഒരു ആരാധനയ്ക്ക് ഞായറാഴ്ച വരുന്നില്ല, വീട്ടിലെങ്കിലും കണ്ണില്ലാത്ത ആ ശരീരം ഒന്ന് ചോദിച്ചു. അന്ന് ആ ഞായറാഴ്ച സഭയ്ക്ക് എന്തില്ലായിരുന്നു? കണ്ണില്ലായിരുന്നു. അതുകൊണ്ട് പറ എല്ലാ ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞാൽ ഇതാ ബൈബിൾ. അങ്ങനെ ചിന്തിച്ചാൽ സഭ ഒറ്റക്കെട്ടാവും, സഭ ഐക്യമാവും. ആർക്കും മാർദ്ദിക്കാൻ പറ്റത്തില്ല. പറ്റുവാൻ ഒരാൾക്കും ഒരു മാർദ്ദിക്കാൻ പറ്റില്ല. സഭ ഒറ്റക്കെട്ടായിരിക്കും. ഈ സഭയെ തോൽപ്പിക്കാൻ ഒരു പിശാചിനും പറ്റില്ല. അപ്പോൾ മരത്തിന്റെ പ്രധാനപ്പെട്ടത് വേര്, രണ്ടാമത് ശിഖരമായി, മൂന്നാമത് ഇലയായി, അടുത്തത് ഇനി എന്തുവാ? മക്കളെ പൂക്കൾ. നമ്മുടെ മക്കളെ പണ്ട് പൂക്കളുടെ വേണ്ട പൂക്കളുടെ. അപ്പോൾ അടുത്ത ഏതാ? പൂവ്. ഒരു മരത്തിന്റെ പ്രധാനമായ വേല, രണ്ട് ശിഖരമാ, മൂന്നാമത്തെ ഇലയാ, നാലാമത്തെ ഏതാ? പൂവ്. പൂവിന്റെ രണ്ട് ഗുണങ്ങൾ ഞാൻ പറയാം. പൂവിന്റെ ഒന്നാമത്തെ പ്രത്യേകത പൂ സൗന്ദര്യമാണ്. ഒരു വിശ്വാസം കാണുമ്പോൾ നല്ലൊരു ദൈവവൈദ്യനാണ്. ഞായറാഴ്ച എല്ലാവരോടും ഞാൻ പറയും, ഈ സഭയിൽ പറയാം, സൂപ്പറായിട്ട് ചുരിദാറാണേലും ഷർട്ടാണേലും തേച്ച്. എനിക്ക് തേപ്പൊട്ടി ഇല്ലാത്ത കാലത്ത് മുന്തയില്ല, മുന്തയ്ക്കകത്ത് അടുപ്പിലെ തീക്കടലെടുത്തിട്ട് ഷർട്ട് തേച്ചുകൊണ്ട് പോകും. ഞാൻ തേപ്പൊട്ടി ഇല്ല എനിക്ക്, ഞാൻ തേച്ചുകൊണ്ട് പോകുന്നു. അവൻ ഞായറാഴ്ച എല്ലാവരും വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരണം. അവൻ എന്നിട്ട് നല്ല ഡ്രസ്സുള്ളവരെല്ലാം വന്നവരെ നോക്കണം. നല്ല ഭംഗിയില്ലാതെ ആരെങ്കിലും ഇട്ടോണ്ട് വന്നാൽ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചേർത്ത് പിടിച്ചിട്ട് ചെവി ചോദിക്കണം, എത്ര ചുരിദാർ ഉണ്ടെന്ന് ചോദിക്കണം, എത്ര സാരി ഉണ്ടെന്ന് ചോദിക്കണം. അവരെ കണ്ണ് നനയുന്നുണ്ട്. പിന്നെ ചോദിക്കല്ലോ, അടുത്ത ആഴ്ച നിന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരിക്കണം. അവൻ കൃപയുള്ളവൻ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാ സഭ, അതാ ദൈവത്തിന്റെ സഭ. അങ്ങനെയാണെങ്കിൽ വേര് വേണം, ശിഖരം വേണം, ഇലകൾ വേണം, അടുത്തത് പൂക്കൾ വേണം, അടുത്തത് കായ്കൾ വേണം. കൃപയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അറിഞ്ഞോണം, എല്ലാ പൂക്കളും കായാകത്തില്ല. കൃപയുടെ സ്വതന്ത്രം. പൂക്കൾ ഒരുപാട് കാണും, പക്ഷെ എല്ലാ പൂക്കളും കായാകത്തില്ല. എല്ലാ കായ്കളും അവൻ വിളഞ്ഞ് പഴുക്കത്തുമില്ല. ഫലമുണ്ടാക്കുന്ന ഒരു ഫലത്തിൽ നിന്ന് മറ്റൊരു ഫലത്തിലേക്ക് പോകുന്ന വിത്തിലെടുക്കുന്ന പഴങ്ങളുണ്ട്. സന്തോഷത്തോടെ പിതാവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തോട് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ പിതാവിനെ സ്തുതിച്ചാട്ടെ. വായിക്കണം ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ വായിക്കാം.
ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. എല്ലാവരും കൂടെ നിൽക്കുക. അവൻ വൃക്ഷത്തിനോടാ പ്രത്യാശ. പക്ഷെ ബൈബിൾ പറയുന്നു ഒരു വൃക്ഷമായിരുന്നാൽ എന്തുണ്ട്? പ്രത്യാശയുണ്ട്. അവൻ ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. കൃപയുടെ ദൈവത്തെ സൂക്ഷിക്കണം. ജീവിതത്തിൽ നിനക്ക് നന്മ ഉണ്ടാകാതിരിക്കാൻ ഏത് അന്ധകാര ശക്തി നിന്റെ നന്മയെ വെട്ടിയാലും ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു നീ ഒരു വൃക്ഷമാണ്. തമ്പുരാൻ പറയുന്നത് പൊട്ടിക്കിളിർക്കും. അവൻ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാൻ അവൻ ശത്രു വെട്ടിക്കളഞ്ഞതെല്ലാം പൊട്ടിക്കിളിർക്കാൻ പോകുക. ശത്രു വെട്ടിക്കളഞ്ഞതെല്ലാം പൊട്ടിക്കിളിർക്കാൻ പോകുക. ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരുന്ന ദൈവത്തിന്റെ വൃക്ഷങ്ങളോട് ഇന്ന് രാത്രി നമ്പുരാൻ പറയുന്നു നഷ്ടപ്പെട്ടത് മുഴുവൻ, നഷ്ടപ്പെട്ടത് മുഴുവൻ, നഷ്ടപ്പെട്ടത് മുഴുവൻ ഇനിയില്ല. തീർന്നു. മകളെ, ദൈവം എന്നോട് പറയുന്നു, നിന്റെ മുഖത്ത് നോക്കിയപ്പോ ദൈവം എന്നോട് പറയുന്നു, നീ ഒരാളുടെ മുമ്പിൽ പോയി നിന്ന് ശമ്പളം വാങ്ങേണ്ടതല്ല. നീ ചെയ്യുന്ന ചില തൊഴിലുകൾ, ബിസിനസ്, അതിലൂടെ നിന്റെ ആദായം ഉണ്ടാകും. ചിലർക്ക് കൈകൊണ്ട് നീ ശമ്പളം കൊടുക്കുന്നതാണ്. എന്നാൽ ആരോ വെട്ടിക്കളഞ്ഞ ചെലവ് ഈ ദിവസത്തിൽ പൊട്ടിക്കിളിർക്കാൻ പോവാ. അത് തിരിച്ചു വരാൻ പോലെ ഓണത്തെ ദൈവനെ കാണിക്കുന്നുണ്ട്. നിനക്കൊരു നന്മ കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറയെ ഓർത്ത് നീ ഒത്തിരി കരയണ്ട. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിർത്തുകയാ. ഓർമ്മ ഓണമൽക്ക് പാലിക്കും. ദൈവത്തിന്റെ തലമുറയെ പാലിക്കും. അവൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത് പറയുന്നു, നിന്റെ പേരിന്റെ വലത്തുഭാഗത്ത് കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ദൈവം എന്നെ കാണിക്കുന്നു. എന്റെ പേരിന്റെ റൈറ്റ് സൈഡിൽ ഒരു നെയിം പ്ലേറ്റ്, നിനക്കൊരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരിക്കും. നിന്റെ ഭാവി, നിന്റെ ഫ്യൂച്ചർ പഠിച്ചു. ദൈവം നിന്നെ ഉയർത്തും. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, വെട്ടിക്കളഞ്ഞതല്ല പൊട്ടിക്കിളിർക്കുന്ന, വെട്ടിക്കളഞ്ഞതിനെ മുഴുവൻ കിളിർപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന, അതിനെ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കർമ്മം. കൊണ്ട് പ്രസവിച്ച അമ്മയുടെ മനസ്സിലെ ആഗ്രഹവും കരച്ചിലുമാണ് ഇപ്പോൾ ദൈവം സംസാരിച്ചത്. നീ പ്രാർത്ഥിച്ചതാണ്, നീ ദൈവത്തോട് പറഞ്ഞതാണ്, അത് ദൈവം അവൾക്ക് വേണ്ടി ചെയ്യുവാനാണ് പറഞ്ഞത്. ആ വീട്ടിനകത്ത് ദൈവത്തിന്റെ സന്നിധി വെച്ച വിജയത്തിന് മറുപടിയാണ് ദൈവം സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചിലരോട് സംസാരിക്കുന്നു, ചിലരോട് ദൈവം ഇടപെടുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൃക്ഷങ്ങളെ ആര് വെട്ടിയാലും കിളിർച്ചെന്ന് പറഞ്ഞ് ആര് നിർത്താനും അത് പൊട്ടിക്കിളിർപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവം. അതിന് കൊമ്പുണ്ടായിരിക്കും, അതിന് ശിഖരങ്ങൾ ഉണ്ടായിരിക്കും. വെള്ളത്തില്ല. അപ്പന്റെ ആദായം തീർന്നു, അമ്മയുടെ ആദായം തീർന്നു, എല്ലാം അവസാനിച്ചു, വരുമാനമില്ല. അതാണ് നിലത്ത് വേര് പഴകിയാലും. അമ്മ അടുത്ത വാക്യം, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. ചിലർ പറയില്ലേ, അവനിനി രക്ഷപ്പെടത്തില്ലേ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, കുറ്റി മണ്ണിൽ കെട്ടുപോയാൽ. നിനക്ക് ലഭിക്കേണ്ട ചില നന്മകൾ വേറെ ചിലരുടെ കൈക്കാതിരിക്കുക.
തമ്പുരാനത് നിനക്ക് അനുകൂലമാക്കി തിരിച്ചുകൊണ്ടുവരും. നീതി നിന്റെ ഭാഗത്തായതുകൊണ്ട്, ന്യായം നിന്റെ ഭാഗത്തായതുകൊണ്ട് ദൈവം അനുവദിക്കില്ല. തമ്പുരാൻ അത് നിനക്ക് അനുകൂലമായി കൊണ്ടുവരുമെന്ന് ഈ രാത്രി സാധിക്കുന്നു. ശക്തമായ ദൈവാത്മാവിന്റെ വ്യാപാരമേക്ക് ആമേ ഹോൾ നടച്ച ഈ ശബ്ദപരിധി മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ചിലരെ ഉറപ്പിക്കുക, ഇത് കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന യേശുവുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന യേശുവുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമാകുന്ന യേശുവുണ്ട്. കണ്ണീരും ഇന്ന് രാത്രി ഒരു പാട്ടാണ്, മെസ്സേജാ. ഓ, കുഞ്ഞുങ്ങൾ പാടുന്ന ഒരു മെസ്സേജാണ്, അത് കേട്ടേ. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് യേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തിയിലുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. ഞാനൊരു കാര്യം പറയാൻ പോവാ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിങ്ങളുടെ അപ്പനും അമ്മയോട് നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ട്? നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഉപവസിക്കുന്ന പാസ്റ്ററോട് നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ട്? അതൊന്നും കൂടാ. വായിക്കാൻ പറ്റില്ല, ബാക്കി വായിച്ചു. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട്, എന്താ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ആന്റി, വെള്ളത്തിന് ഗന്ധം. മക്കളെ, വെള്ളത്തിന് ഗന്ധം ഉണ്ടോ? വെള്ളത്തിന് ഗന്ധം. ഈ ആന്റിയോട് ചോദിച്ചു, ഈ പാസ്റ്ററോട് ചോദിച്ചു. അവര് പറയും, ഈ സഭയിലെ ഒരാൾക്കൊരു വിടുതൽ വേണം. അവര് പോകും, വെള്ളമുള്ളടം വരെ പോകും. ഈ വേര് മണ്ണിന്റെ കൂടെ പോകുന്നുണ്ട്. മണ്ണിന്റെ മൂലയിലിരിക്കുന്ന വിശ്വാസിക്ക് പാസ്റ്ററുടെ പ്രാർത്ഥന കാണാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന ആളിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇവിടെ ഇരിക്കുന്ന വിശ്വാസിയോട് എത്ര സ്നേഹമുണ്ടെന്ന് കാണാൻ പറ്റില്ല. അവര് ഭക്ഷിക്കുന്ന ഭക്ഷണം ഇവിടുത്തെ സ്വപ്നാഴ്ച ദൈവക്കുന്ന ഇത് മുഴുവൻ ദൈവമക്കൾ തന്ന അവര് തന്ന ആഹാരമായത്.
ഈ ശബ്ദം ഇപ്പൊ ആലോചന കുട്ടി മണ്ണിൽ കെട്ടുപോയാലും വേര് വിടത്തില്ല. വേര് വെള്ളത്തിന്റെ ഗന്ധമുള്ളിടം വരെ വേര് പോകും. അതെന്റെ വാക്യം, അതെന്ത് വാക്യമാണ്? ഈ ലോകത്തിലെ വെള്ളത്തിന്റെ ഗന്ധം അറിയാവുന്ന ഒന്നേ ഉള്ളൂ, അതിന്റെ പേരാ വേര്. എന്റെ ചർച്ചയിലെ ഒരു അമ്മച്ചി കഴിഞ്ഞ ആഴ്ച ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി ഇടിച്ചു, തകർന്നു പോയി, മരിച്ചില്ല. അവരുടെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പാസ്റ്റർ ദേവദാസേ കഥ ഇതിലോ പ്രാർത്ഥിക്കാം. തമ്പുരാനോട് പറഞ്ഞു, ഇപ്രാവശ്യം മരിക്കില്ലപ്പാ, ഇപ്രാവശ്യം മരിക്കില്ലപ്പാ, ജീവനോട് തരണം നിനക്ക്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, കാല് നിറച്ച് കമ്പിയ, പിടികത്തിൽ മുറിവ്, തലയിൽ മുറിവ്, ശരീരം മുഴുവൻ മുറിവ്. അവര് കോടീശ്വരി ആയതുകൊണ്ടല്ല കേവലം പ്രാർത്ഥിച്ച്, ഒരു റോഡ് ക്രോസ് ചെയ്ത് ഒരു വീട്ടിൽ വേലയ്ക്ക് പോകാനാ, ഒരു വീട്ടിൽ ജോലിക്ക് പോകാനാ അടുക്കള പഠിച്ചു. പക്ഷെ എന്താണല്ലേ എന്റെ കുഞ്ഞല്ലേ സഹിക്കുക. അതാ ഒരു ദേവദാസ്, അതായി എനിക്കൊരു ദേവദാസ്. സഭയ്ക്കകത്തെ ഒരു വൃക്ഷം ആരോ വെട്ടി എന്നറിഞ്ഞാൽ അതിന്റെ കുറ്റി കിളിർപ്പിക്കും. ആര്? വേര്. അതാ പാസ്റ്റർ സമയം. അങ്ങനെ നിന്നാൽ ആ സഭയെ ആർക്കും തടയാൻ പറ്റില്ല. സ്തോത്രം. കർത്താവിനെ സ്തുതിക്കട്ടെ. ഒത്തിരി ദൂതുകൾ ഇന്ന് രാത്രി പറയാൻ എന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയിലേക്ക് പോവാ. വായിക്കാൻ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയിലേക്ക് ഒരു അത്തവൃക്ഷം കണ്ട് അടുക്കെ ചെന്ന് അതിന് ഇടയില്ലാതെ ഒന്നും കാണായികയാ, ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാലേ. അത്തിപ്പഴത്തിന്റെ കാലം അല്ലേ? ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. വേദപുസ്തകം കൃത്യമാണ്, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഓറഞ്ചിന്റെ സീസൺ അല്ലാത്തപ്പോ, മാങ്ങാപ്പഴത്തിന്റെ സീസൺ അല്ലാത്തപ്പോ ഫ്രൂട്ട്സ് കടക്കാരോട് നമ്മളിത് പറയാണ്, 2 കിലോ മാങ്ങാപ്പഴം പുള്ളി പറയാണ്, ഇത് സീസൺ അല്ല, നിന്റെ കട മുടിഞ്ഞു പോട്ടെ എന്ന് നമ്മൾ പറയുമോ? ഇത് അത്തിപ്പഴത്തിന്റെ സീസൺ ആണ്. അല്ല, യേശു അത്തിയെ നോക്കി, പഴം നോക്കി, അതിലില്ല. അത്തിയെ ദൈവം യേശു ശപിച്ചു. അത് ശരിയാണോ? അത്തിപ്പഴത്തിന്റെ സീസൺ അല്ലല്ലോ. അന്നേരം അത്തിയെ പഴമില്ലെങ്കിൽ ശപിക്കാവോ എന്നാ ചോദ്യം. നിങ്ങൾക്ക് ഒരു തെറ്റുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അടുത്ത വാക്യം നമ്മൾ വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 20-21. യഹൂദന് നിയമമുണ്ട്, ഇസ്രായേലിന് നിയമമുണ്ട്. മുന്തിരിത്തോട്ടത്തിന് പഴം അറുത്തെടുക്കുമ്പോൾ, മുന്തിരിത്തോട്ടത്തിനകത്തുനിന്ന് ഒരു യഹൂദൻ, ഒരു ഇസ്രായേലൻ പഴം അറുത്തെടുക്കുമ്പോൾ പെറുക്കരുത്, കംപ്ലീറ്റ് അറുത്തെടുക്കരുത്. അത് പരദേശിക്കും, അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. അതിനകത്ത് കുറച്ചെന്ത് ചെയ്യണം?
ഇട്ടേക്കണം. അടുത്തത് നീ ഇസ്രായേൽ ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്. മനുഷ്യർക്ക് തമ്മിൽ ഒലിവ് വൃക്ഷത്തിന്റെ ഫലം തള്ളുമ്പോൾ നീ പറിക്കുമ്പം കൊമ്പ് തപ്പി പറിക്കരുത്. കംപ്ലീറ്റ് തപ്പി പറിക്കരുത്. ഒരു 3-4 പഴം അതിലിട്ടാൽ യേശു ചുമ്മാ സീസൺ അല്ലാതെ വാക്യം ശപിച്ചതല്ല. ഈ അച്ഛയുടെ ഉടമസ്ഥൻ എന്തനുസരിക്കുന്നവനല്ല, പ്രമാണം അനുസരിക്കുന്നവൻ. അവൻ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഏത് സമയത്ത് കർത്താവിന്റെ അടുക്കൽ ചെന്നാലും നിന്നിൽ ഒരു ഫലം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലാവുന്നത്, ഏത് സമയത്ത് നിന്റെ വീട്ടിൽ വന്നാൽ സ്തോത്രം ഉണ്ടായിരിക്കണം. ഏത് സമയത്തും നിന്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഏത് സമയത്തും നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഏത് സമയത്തും നിന്റെ വീട്ടിൽ ഒറ്റ ചിന്ത കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനം പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പോവുകയാണ്. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം മോശെ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. മോശ വടികളെ, അതായത് യഹോവയായ ദൈവം 12 ഗോത്രപിതാക്കന്മാരോട് പറഞ്ഞു, 12 വടി കൊണ്ട് നിങ്ങൾ വരണം. എന്നിട്ട് ആ 12 വടിയിലും അതാത് ഗോത്രപിതാക്കന്മാരുടെ പേരെഴുതണം. ലേവിയുടെ വടിയിൽ മാത്രം അഹരോൻ എന്ന് എഴുതണം. 12 ഉണങ്ങിയ വടികൾ ആലയത്തിനകത്ത് കൊണ്ടുവച്ചു. എല്ലാവരും ശ്രദ്ധിച്ച്, ഒരു ഭയങ്കര ദൂതിലേക്ക് ഞാൻ പോവാ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അഹരോന്റെ പേരെഴുതിയ വടി അത് പൂത്തു, തളുത്തു, ബദാം കഴിച്ചു. ഞാൻ ഒറ്റ ദൂത് പറയാം, പച്ചയായ അത്തി 24 മണിക്കൂർ കൊണ്ട് ഉണക്കാനും എന്റെ ദൈവത്തിന് അറിയാം. എന്നാൽ ഉണങ്ങിയ വടിയെ 24 മണിക്കൂർ കൊണ്ട് തളിർപ്പിക്കാനും എന്റെ ദൈവത്തിന് അറിയാം. ഇന്ന് രാത്രി ഇതിനകത്ത് ഈ കണ്ണച്ചല 6-ാമത്തെ രാത്രി ദൈവം പറയുന്നു, ഉണങ്ങിയ ചിലത് സമ്പത്തിൽ ഉണങ്ങിപ്പോയ, മരുന്നുപോയവർ, സാമ്പത്തിക വരുമാനങ്ങൾ നഷ്ടപ്പെട്ടവർ, അവൻ ബിസിനസ്സിൽ നഷ്ടപ്പെട്ടവർ, ജോലികൾ നഷ്ടപ്പെട്ടവർ, വിദ്യാഭ്യാസ മേഖലയിൽ പഠനങ്ങളിൽ ചില മാന്യതകൾ വന്നവർ, അവരോടെല്ലാം ഇന്ന് രാത്രി പറയുന്നു, എല്ലാം ഒന്ന് തീർക്കാൻ പോവുക. ഈ പറയുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരെല്ലാം നിന്റെ ബുദ്ധി ദൈവം തൊടാൻ പോവുക. നിന്റെ വിദ്യാഭ്യാസ മണ്ഡലം ദൈവം തൊടാൻ പോവുക. നിന്റെ മാർക്കുകളെല്ലാം ദൈവം മാറ്റാൻ പോവുക. നിന്റെ വിദ്യാഭ്യാസ റിസൾട്ടുകളെല്ലാം ദൈവം മാറ്റാൻ പോവുക. ഒരു ഹെവൻലി വിസ്ഡം ദൈവം നിന്റെ മേൽ പകരുക. ഞാനിത് പറയുമ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വലത് കൈ തലയിൽ വെച്ചിട്ട് പറയാൻ, ഞാനത് സ്വീകരിക്കുന്നു പറയാം. ഐ ആം റിസീവിംഗ് എന്ന് പറയാം. കർത്താവ് നിനക്ക് തരുന്നൊരു ഹെവൻലി വിസ്ഡം, ഉയരത്തിലെ ദൈവത്തിന്റെ ജ്ഞാനം, ഉയരത്തിലെ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ നിൽക്കുമ്പോൾ ഇതുവരെ പ്രാപിക്കാത്ത ഒരു അനുഗ്രഹം. IIT-യുടെ എക്സാമുകള്, JIT-യുടെ എക്സാമുകള്, പല ബ്രില്യൻസിന്റെ എക്സാമുകള്, ഷൈലോമിന്റെ എക്സാമുകളൊക്കെ എന്റെ റിസൾട്ട് പത്രത്തിൽ വരുമോ? 99% മാർക്ക്, 100% എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ചിലപ്പോഴൊക്കെ പത്രം വായിച്ചു കൊടുക്കില്ലേ, ഇവരൊക്കെ മനുഷ്യരാണോ? അതെ, അവരൊക്കെ മനുഷ്യരാണ്. ആ പരീക്ഷ എഴുതിയവർ മനുഷ്യരാണ്. അവര് അന്യഗ്രഹ ജീവികളൊന്നുമല്ല. നിന്റെ അതേ തലച്ചോറ്, നിന്റെ അതേ ബുദ്ധി. പക്ഷേ അവർ പഠിച്ചു, അവർക്ക് കിട്ടി. ഞാൻ പറയുന്നു, നീ ഒരു ആവറേജ് പഠനമുള്ള വ്യക്തിയായിരിക്കും. ആവറേജ് ഒരു 85
90യുടെ താഴെയാണ്. പക്ഷേ നീ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നിന്നിൽ ചില പുതിയ കിളിർപ്പുകൾ കൊണ്ടുവരാൻ, ദൈവത്തിന്റെ ഹെവൻലി സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിന്നെ നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ കർത്താവ് ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തമ്പുര പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ മടക്കയക്കുന്നില്ല. പച്ചയായത് അവൻ 24 മണിക്കൂർ ഉണങ്ങിപ്പോയതുപോലെ ഉണങ്ങിയതിനെ പച്ചയാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ചിന്തിച്ചാൽ വിശ്വസിച്ച് ഞാൻ എന്റെ മെസ്സേജിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. നമ്മൾ വായിച്ച വേദഭാഗം നിങ്ങളാരും ഓർക്കുന്നുണ്ടോ? 1-ാം സങ്കീർത്തനം 3-ാം വാക്യമാണ്. അവൻ ആന്തരികത്ത് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ആരാണ്? അവൻ 1-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ. 2, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ. 3, പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാത്തവൻ. 4, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ. 5, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ. അവൻ. ഞാൻ ഈ 5 കാര്യം മാത്രം ഒന്ന് പറഞ്ഞു വിടാം. സിറ്റ്, സ്റ്റാൻഡ്, വാക്ക്. ഇരിക്കുന്നിടം, നിൽക്കുന്നിടം, നടക്കുന്നിടം, അതിനകത്തൊരു അപാകത വരരുത്. എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം, ആരുടെ കൂടെ നടക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു അവസരം ദൈവം തരിക. നീ ചെയ്യുന്നത് സാധിക്കണമെങ്കിൽ, നീ പരീക്ഷ എഴുതിയാൽ ജയിക്കണമെങ്കിൽ, നീ ബിസിനസ് ചെയ്താൽ വിജയിക്കണമെങ്കിൽ, നിന്റെ സാമ്പത്തിക മേഖല ഉയരണമെങ്കിൽ, നിന്റെ ദൈവം നിന്നെ മാനിക്കണമെങ്കിൽ, നിന്റെ ഇരിപ്പ് ശരിയാകണം, നിന്റെ നടപ്പ് ശരിയാകണം, നിന്റെ നിൽപ്പ് ശരിയാകണം. Sit, stand and walk. ഇരിപ്പണം, നിൽക്കുന്നിടം, നടപ്പ്, ഇത് 3ഉം കർത്താവിന് ഹിതമായ രീതിയിലായിരിക്കണം. ദൈവഹിതപ്രകാരം തന്നെ. അടുത്തത് യഹോവയുടെ ന്യായപ്രമാണ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. ദൈവാത്മാവ് രാത്രി പറയുക, നിന്റെ മെഡിറ്റേഷൻ 24 മണിക്കൂറും മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ. മൊബൈൽ ഫോൺ വേണ്ടത് ഞാൻ പറഞ്ഞു. നല്ല പാട്ട് കേൾക്കണേ മൊബൈൽ വേണം, നല്ല പ്രസംഗം കേൾക്കണേ മൊബൈൽ വേണം. എല്ലാം മൊബൈലിലാണ്. സോഷ്യൽ മീഡിയ ഇസ് എ മാർക്കറ്റ്. കറക്റ്റ്? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റാണ്. എല്ലാം ഇപ്പൊ എവിടെയാണ്? യൂട്യൂബിനകത്ത്, വാട്സാപ്പിൽ പോകണം, ഇൻസ്റ്റാഗ്രാമിൽ പോകണം. ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. ഞാൻ ഈ ഇന്നത്തെ നിങ്ങൾ എല്ലാവരും കൂടെ ഞാനും കൂടുന്നു. എന്റെ പ്രസംഗം കേൾക്കണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ പോയി കെ അടിക്കണം. അവിടെ കിടക്കുന്നേ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല, പോകണം. ഞാൻ ചോദിക്കുന്നു, മാർക്കറ്റിൽ പോകാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു വീട്ടമ്മ പറ, മാർക്കറ്റിൽ പോകാൻ ജീവിക്കാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ മാർക്കറ്റാ, പക്ഷെ മാർക്കറ്റിൽ കിടന്നു ഉറക്കരുത്. മാർക്കറ്റിൽ പോകണം, എളുപ്പം തിരിച്ചു പോകണം. മാർക്കറ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മീഡിയ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. Don't sleep in markets. Amen. നിന്റെ ജീവിതത്തിൽ യഹോവയുടെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം നിന്റെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശം. നമ്പർ 5, നീ എന്തിൽ സന്തോഷിക്കുന്നു? നിന്റെ ജീവിതത്തിൽ സന്തോഷം. ഞങ്ങളുടെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവര് ചിലപ്പോഴൊക്കെ ഒരു സാക്ഷ്യം പറയും, പാസ്റ്ററെ ഞായറാഴ്ച ആകാൻ കൊതിയ, ഞായറാഴ്ച ഒന്നാകാൻ കൊതിയ, ചർച്ചിലോട്ട് കൂടി വരാൻ ആ സന്തോഷം. ഞായറാഴ്ച രാവിലെ അല്ല ബൈബിൾ തപ്പുന്നത്, ഞായറാഴ്ച രാവിലെ അല്ല മാറ്റി തപ്പുന്നത്, ഞായറാഴ്ച രാവിലെ അല്ല ചുല്ലാതെ തപ്പുന്നത്, ശനിയാഴ്ചയെ തപ്പിയെടുക്കുക. അതാണ് ചർച്ചിൽ പോകാനുള്ളവരുടെ സന്തോഷം. സൺഡേ സ്കൂളുണ്ട്, ചർച്ചിൽ ആരാധനയുണ്ട്, പാട്ട് നേരത്തെ തയ്യാറാക്കണം, ഏത് പാടണം.
ഇവിടെ വന്ന് നിന്നുകൊണ്ട് കീബോർഡിസ്റ്റിന്റെ കാത് പാട്ടുകാരൻ കടിച്ചു പറിച്ച്, പാട്ടുകാരന്റെ കാത് കീബോർഡിസ്റ്റ് കടിച്ചു പറിച്ച്, രണ്ടുപേരും ഇവിടെ മൈക്ക് സെറ്റുകാരനെ കടിച്ചു പറിച്ച്, അങ്ങനെ കടിച്ചു പറിക്കാൻ പറഞ്ഞു. കാരണം ഒന്നും നേരത്തെ തീരുമാനത്തിൽ ഇവിടെ വന്നാണ് കടിച്ചു പറിക്കുന്നത്. അതാ യഥാർത്ഥ സന്തോഷം. അവൻ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. നമുക്ക് ഈ ആറാമത്തെ രാത്രി മറക്കല്ലേ. ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം. നമ്മൾ ദൈവത്തിന്റെ വൃക്ഷങ്ങൾ എല്ലാ കരങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്ന് വിട്ടുകൊടുത്താട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ മേൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രി എത്ര പേര് ഈ മീറ്റിംഗിൽ പങ്കെടുത്തവർ പറയും, മറക്കില്ല പാസ്റ്ററെ, ഈ രാത്രി മറക്കില്ല. ഞങ്ങളുടെ തൊട്ട ഒരു സബ്ജക്റ്റ് ഉണ്ട്, ആ മരവും വേരും. ഇന്ന് മരമായിട്ടിരിക്കുന്നതെല്ലാം ഓർത്തോണം, നാളെ നിനക്കൊരു തലമുറയ്ക്കായി കുടുംബക്കാമ നീ വേരായി മാറും. ഞാന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ സങ്കടം ഒരു കണ്ണറിയും. മുമ്പൊന്നും എനിക്ക് പ്രായമുള്ളവരെ കാണുമ്പോൾ ഒത്തിരി സ്നേഹം വരത്തില്ല. ഇപ്പോഴെല്ലാം ഒരു 10-20 കൊല്ലം മുമ്പ്. പക്ഷെ ഇപ്പൊ അധികം പ്രായമായവരെ, നടക്കാൻ കഴിയാത്തവരെ, ഒത്തിരി ക്ഷീണമുള്ളവരെ കാണുമ്പോൾ എന്റെ കണ്ണു നിറയും, എനിക്ക് സ്നേഹം കൂടും. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ അവിടേക്ക് വരികയാണ്. ഞാൻ അവിടോട്ട് എല്ലാവരും ഓർത്തു, ഇന്ന് നീ മരമാണ്, പക്ഷെ നാളെ നിന്റെ കുടുംബത്തിൽ വേറെ മരങ്ങൾ വരുമ്പോൾ നീ ഒരു വേരായി ആ മരങ്ങളെ വളർത്തും. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുന്നു. അഭിഷേകത്തിനെ ഒരു വാക്ക് പ്രാർത്ഥിച്ചേക്കണേ എന്ന് ആഗ്രഹിക്കുന്നവരെ കരവൊന്ന് ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾ കൈവെത്തപ്പെടി പോലെ ശോഭന കരകളെല്ലാം തൊടും. നിങ്ങളുടെ കൈകളെ തൊടും. കഥാവ് നിങ്ങളുടെ കൈകളെല്ലാം തുടട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം തുടട്ടെ. മഹാപരിശുദ്ധനും വ്യക്തിയുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സൂര്യപിതാവേ, ഈ രാത്രി ഞങ്ങളെ കർത്താവ് തൊട്ടതിനാൽ ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കഴിക്കുന്നത്, ഇല വാടാത്ത വൃക്ഷം. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ സാധിക്കുന്നവരായി തീരുവാൻ ഈ രാത്രി ഞങ്ങളെ തുടങ്ങണേ. രോഗികളായി വന്നവരെ സൗഖ്യത്തോടായിരിക്കണം. മനസ്സ് ഭാരത്തോടെ വന്നവരെ പ്രകാശം നിറച്ചയക്കണം. നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുക്കണമേ അപ്പ. നാളത്തെ ആരാധന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. അനുഗ്രഹത്തോടെ മക്കളെ ചാട്ടെ, കൃപയിൽ നിറച്ചയച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. ആശ്രയ കുടുംബത്തെ അനുഗ്രഹിച്ച് കർത്താവേ, ഇവിടെ പാടിയ ഇഷ്ടമച്ച് വെച്ച കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ച്, മീഡിയാസിനെല്ലാം അനുഗ്രഹിച്ച്, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless you. എല്ലാവർക്കും ഇരിക്കാം. ഗായകസംഘം ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതാണ്. കർത്താവ് സഹായിക്കട്ടെ.
സർവകൃപാലമായ ദൈവത്തിന്റെ ധന്യമായ നാം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിതമേറിയ ദൈവാലോചനകൾ നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രയോജനമുള്ളതെന്ന് മറച്ചു വയ്ക്കാതെ ദൈവസഭയ്ക്ക് ആവശ്യമായതൊക്കെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുവാൻ ഇടയായി. വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പരസ്യമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു ദിവസം കൂടെ മാത്രമേ നമുക്കിടെ സുവിശേഷമുള്ളൂ. കർത്താവ് വരിക താമസിച്ചാൽ നാളെ ഒരു ദിവസം പരമാവധി നിങ്ങൾ ആരാധനയിൽ കിടന്നു ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ഇവിടുത്തെ ഈ സഭയിൽ പാസ്റ്റർ എന്നുള്ളതിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. നാളെ പകൽക്കാലം 8:30 മണിക്ക് ആരാധന തുടങ്ങും. അത് കഴിഞ്ഞാൽ പൊതു ആരാധന നാളെ 6 മണിക്ക് മുമ്പ് ഗാനങ്ങൾ പാടി ആരാധന തുടങ്ങി 7:10 അദ്ദേഹത്തിന് മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ നാളെ
ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അവസാന ദിവസമായി ഉണ്ടല്ലോ. ദൈവമക്കൾ വളരെ നേരത്തെ ആരാധനയ്ക്കായി കടന്നു വരിക പ്രതികാരം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നാളെ രാത്രിയോടുകൂടി 7 ദിവസത്തെ സുവിശേഷ യോഗം സമാപ്തി.